ഈ ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത് 1/3 ആണ്. 1/3 എന്ന് പറയുന്നത് നമ്മളൊരു കാറിൽ നമ്മളെ പൂട്ടിയിടുകയാണ്. ഓക്കെ. നിങ്ങളുടെ ജന്മം അത് മാരുതി കാറാണ്, പഴയത്. അപ്പോൾ ആ കാറാണ് എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ ജന്മം കൊണ്ട്. റോഡും മഹാമോശമാണ്. ഈ റോഡാണ് വാസ്തു. ഡ്വെല്ലിങ്സ്, ഞാൻ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ റോഡും മോശമാണ്, കാറും മോശമാണ്. ഞാൻ എന്ത് ചെയ്യും? ഇത് രണ്ടും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഓടിക്കാൻ നല്ലപോലെ ഡ്രൈവിംഗ് അറിയുന്ന ഒരാളാണെങ്കിൽ അതാണ് കർമ്മം. അപ്പോൾ വാസ്തു എന്ന് പറയുന്ന റോഡും ജാതകം എന്ന് പറയുന്ന കാറും എനിക്ക് പ്രശ്നമല്ലാണ്ടിരിക്കുന്നത് ഞാൻ നല്ല കർമ്മം ചെയ്യുമ്പോഴാണ്. നല്ല ഹൈവേയിൽ മാത്രമേ ഓടിക്കുള്ളൂ, നല്ല എയർപോർട്ട് പോലെയുള്ള റോഡിലെ, റൺവേ പോലെയുള്ള റോഡിലേ ഓടിക്കുള്ളൂ. അങ്ങനെയാണ് ജീവിതത്തിന് എന്ത് ത്രില്ല്. എല്ലാ മലമുകളിലും ഇപ്പം ഞാൻ പണ്ടെൻ്റെ പീഷ്യോ എന്ന് പറയുന്ന കാറുണ്ടല്ലോ, പിജിയോ, ആ കാറ് മേടിച്ചിട്ട് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഓടിച്ചിട്ടാണ് ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്ടറായിട്ട് വന്നത്. അങ്ങനെ ആരും വരാറില്ല, ഞാൻ തന്നെ ഓടിച്ചിട്ട് വന്നത്. ലഗേജൊക്കെ അതിനകത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ പോത്തൂണ്ട് റോഡ് ഉണ്ടാക്കിയ സമയമാണ്. അവിടത്തേക്ക് താഴത്ത് പോകുമ്പോഴേ പറഞ്ഞു ഇത് പ്രശ്നമാവുന്നു. ഞാൻ പറഞ്ഞു പ്രശ്നമാകുമ്പോൾ പ്രശ്നമാവട്ടെ, പോത്തൂണ്ട് പെട്ട അവിടെ ഇട്ടിട്ട് പോകും ഞാൻ. അങ്ങനെ പോയി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ സൈലൻസർ അടിച്ചു പോയി. സൈലൻസർ പൊട്ടി. അപ്പോൾ എങ്ങനെയാണ് പോവുക? മോട്ടോർ ബൈക്ക് പോണ പോലെ പോകും. അതും കൊണ്ട് ഞാൻ കോഴിക്കോട് വരെ ഓടിച്ചു, മോട്ടോർ ബൈക്കിൻ്റെ സൗണ്ടിൽ. കോഴിക്കോട് മുതൽ എൻ്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട് എന്നെ പിടിക്കാൻ. അപ്പോൾ കാണുമ്പോഴേ ഞാൻ സ്പീഡ് കൂട്ടും. നേരെ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ എല്ലാ ചെറിയ റോഡുകൾ എനിക്ക് പരിചയമുണ്ടല്ലോ, അവിടെയൊക്കെ കറക്കി ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിൽ കയറ്റി. പോലീസ് വന്നിട്ട് ഇതെന്താ ഇങ്ങനെ ഓടിക്കണം? പിന്നെ എങ്ങനെ ഓടിക്കണ്ട? പിന്നെയാണ് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായത് അബദ്ധമായി എൻ്റെ പിന്നാലെ ഇങ്ങനെ കളിപ്പിക്കുന്ന ആളാണ്. അല്ല, പിന്നെയല്ലേ മാറ്റാനും പറ്റുള്ളൂ സാർ. അപ്പം നമ്മൾ അതൊന്നും പ്രശ്നമല്ല. നമ്മൾ എന്താ വെച്ചാൽ ഇതൊന്നും ബാധകമാവരുത്. നമ്മുടെ ഈ സൈലൻസർ പൊട്ടിയാലും ഓടിക്കാൻ തയ്യാറാവണം. പോത്തൂണ്ട് റോഡിലും ഞാൻ ഓടിക്കണം. എൻ്റെ വാസ്തു മോശമായാലും എൻ്റെ കാറ് മോശമായാലും സൗണ്ടൊക്കെ ഉണ്ടാക്കട്ടെ. അതാണ് ജന്മം. ഇതിനൊന്നും പ്രതിഫലം വേണ്ട.